വെയിറ്റ് ലോസ് പ്രോഗ്രാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വെയിറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ അനു, വെൽനസ് കോച്ച്. വെയിറ്റ് ലോസ് പ്രോഗ്രാം എപ്പോഴും നമ്മുടെ BMR ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്. നമ്മൾ റെസ്റ്റിംഗ് കണ്ടീഷനിലിരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം എനർജി ആവശ്യമുണ്ട് അതിനെയാണ് നമ്മൾ BMR എന്ന് പറയുന്നത്. അവരുടെ ഓരോരുത്തരുടെ ഹൈറ്റ്, വെയിറ്റ്, ബോഡി ടൈപ്പ് ഇതിനൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും BMR ലെവൽ വ്യത്യസ്തമായിരിക്കും. BMR ലെവൽ കൂടുതലുള്ള ആളുകൾക്ക് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും BMR ലെവൽ കുറവുള്ള ആളുകൾക്ക് വെയിറ്റ് ലോസ് സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. ഇനി എങ്ങനെയാണ് നമ്മുടെ BMR ലെവലിനെ ഇൻക്രീസ് ചെയ്യാന്നുള്ളത് കേൾക്കാം. ആദ്യം ഫസ്റ്റ് വൺ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ്, അതുപോലെ തന്നെ റെസിസ്റ്റന്റ് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ റെഗുലർ ബേസിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ മാസിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ കറക്റ്റ് ആയിട്ടുള്ള റെഗുലർ ആക്ടിവിറ്റീസ്, എയറോബിക്സ് പോലെയുള്ള റണ്ണിങ്, അതുപോലെ തന്നെ വാക്കിംഗ്, സ്വിമ്മിംഗ് പോലുള്ള എക്സസൈസുകൾ റെഗുലർ ബേസിൽ ചെയ്യാം. ആൻഡ് തേർഡ് വൺ കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഡെയിലി ബേസിൽ നമ്മുടെ റെഗുലർ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ലീൻ മീറ്റ്, എഗ്, ഫിഷ്, ലെഗ്യൂംസ് ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഫോർത്ത് വൺ സ്റ്റേ ഹൈഡ്രേറ്റഡ്, എപ്പോഴും നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫിഫ്ത്ത് വൺ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്ലെന്റി ഓഫ് സ്ലീപ്പ്. കറക്റ്റായിട്ട് ഒരു 6 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉറക്കം കുറയുമ്പോൾ മെറ്റബോളിസ് ലെവൽ കുറയുകയും ഹങ്കർ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സിക്സ്ത് വൺ ഗ്രീൻ ടീ പോലുള്ള എനർജി ഡ്രിങ്കുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഫേൻ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ ഡ്രിങ്കുകൾ എടുക്കുക. അതിൽ ധാരാളം ആന്റി ഓക്സിഡൻസുകൾ ഉണ്ട്. നമ്മുടെ മെറ്റബോളിസത്തിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ആൻഡ് ലാസ്റ്റ് വൺ കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറച്ച് നമുക്ക് ഐഡിയൽ വെയിറ്റിൽ റീച്ച് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഡ്യൂറേഷനിൽ കറക്റ്റായിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.